ഹായ് ഗൈസ്, ജി ഡിഫൈനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക നമ്മുടെ ഒരു കിഡിലൻ വീഡിയോ ഇട്ടാണ് ടൈസ്. അതായത് നമ്മളിന്നൊരു കാറ് മോഷ്ടിക്കാൻ പോകാം ടൈസ്. അപ്പോൾ രാവിലെയാണ് രാത്രിയാണ് ടൈസ്. നല്ല മഴ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം, മഴ വരുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും പെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളെന്തായാലും രാവിലെ നേരത്തെ എനിക്ക് മോഷ്ടിക്കാൻ പോകാം ടൈസ്. രാവിലെ നേരത്തെ എനിക്ക് കുളിക്കാണ്ടാണ് ടൈസ് നമ്മൾ മോഷ്ടിക്കാൻ പോകണേ. ഡെഡിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മോഷ്ടിക്കാൻ പോണ കാറ് ഞാനിപ്പോൾ പറയില്ല, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കാറെന്ന് പറയുമ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിൽ തന്നെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വിലയുള്ള കാറാണ് ടൈസ്. ആ കാറ് ഇതാ ഇവിടെയായിട്ടാണ് വരുന്നത്. ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്താ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിമ്മിയുടെ കാറ് ശരിയാക്കിയതാണ്. അപ്പോൾ ഇത് കണ്ട കഴിച്ചിട്ടാണ്. ഇപ്പോൾ ഇതാണ് ടൈസ് നമ്മൾ മോഷ്ടിക്കാൻ പോണ കാറ്. ഈ കാർ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതാണ് ബുഗാട്ടി കാർ കേട്ടോ. അറിയാത്തവരുണ്ടാവില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഗൈസ്, എൻ്റെ തിളങ്ങുന്ന കളർ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. സീൻ കളറ്, പുറകിൽ ലൈറ്റ് ബ്ലൂ, മുന്നിൽ ഡാർക്ക്. ഡോറടയ്ക്കാനൊരു വഴിയുണ്ട് കണ്ട ഗൈസ്. പാട്ടൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഉൾഭാഗമൊക്കെ ഉൾഭാഗം ഗിയറ്, പിന്നെ നിറയെ മോഡ്സൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. അതിൻ്റെ എംബ്ലമൊക്കെ ഉണ്ട് ഇവിടെ. ലുക്ക് ഉണ്ട് ഗൈസ്, ഫുള്ള് സ്റ്റീലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാറ് നമ്മൾ സത്യം പറഞ്ഞ ഈ കടയിൽ നിന്ന് മോഷ്ടിച്ചേക്കാണ് ഗൈസ്. അവിടുത്തെ ആൾക്കാരെ കാറൊന്നും അല്ല ഇത്. ആരോ ഓർഡർ ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. നമ്മൾ സൂപ്പർ ഓർഡർ ചെയ്തപ്പോൾ അവർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ആരോ ഓർഡർ ചെയ്തതാണ്. നമുക്ക് പിന്നെ ഇൻഫർമേഷൻസ് കിട്ടാൻ നമ്മുടെ ലെസ്റ്ററാണ് ഉണ്ടല്ലോ, ആൾ ഈ വഴി ഡ്രോൺ പറത്തിയാണ് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് എയർപോർട്ട് ഉള്ളത്. പക്ഷെ ഒരു കാറുണ്ട് കേട്ടോ, നമ്മൾ ഈ കാർ എടുത്തൊരു സീനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഓണർ വരും കേട്ടോ. അപ്പോൾ ഈ ഓണറൊന്നും ഈ കാറ് കണ്ടില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. അപ്പോൾ അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാണ്ടിരിക്കില്ല നമ്മുടെ കയ്യിൽ ഈ കാറ് ഉണ്ടെന്നുള്ളത്. അതായത് ഈ കാറിൻ്റെ അകത്തൊരു റേഡിയോസിൽ ഈ വാർത്ത വരും. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ നമ്മളപ്പോൾ ആലോചിക്കൂട്ടെ, നമ്പർ പ്ലേറ്റ് അടക്കം പറഞ്ഞു കൊടുക്കും. നമ്മളെന്തായാലും പെട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ ഇത് ഏതെങ്കിലും മലപ്രദേശത്തേക്ക് കൊണ്ടുപോകും. അതിൻ്റെ ഇടയിൽ എങ്ങാനും പോലീസൊന്നും നമ്മൾ പെട്ടു കേട്ടോ ഗൈസ്. കാറുണ്ട് കേട്ടോ, ആർക്കൊരു മൈൻഡില്ല കേട്ടോ. സൈഡ് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കളറ്. ഭഗവാൻ, ഇതാ മറ്റേ ഫോട്ടോഗ്രാഫറിൻ്റെ താവളല്ലേ, ഏതോ ചൈനയുടെ സ്ഥലമാണ്. ഈ പാട്ട് ഓഫ് ചെയ്ത് വെക്കട്ടെ. എനിക്ക് ഇത് രണ്ടും കൂടി ആകുമ്പോൾ പറയാൻ പറ്റില്ല, എനിക്ക് തലവേദന ഈ പാട്ട് കേട്ടോ. നല്ല നിയോൺ ലൈറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ താഴെ, വൈലറ്റ് കളറൊക്കെ ആയിട്ട്. കാറും കൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഗൈസ്. എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചാൽ മതി, അവർ കംപ്ലൈൻറ്റ് കൊടുക്കും പോലീസിന്. ഇവിടെ നിറയെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കാർക്കും ഒരു മൈൻഡില്ലാത്ത കണ്ട ഈ കാറുണ്ടോ, എല്ലാവരും നോക്കൊന്ന്. ഒരു പട്ടിയുടെ വില നമുക്ക് തരുന്ന കേട്ടോ ഈ കാറ് കണ്ടിട്ട്. വാട്ട്, ഈ കാറ് ചെന്ന് തൊട്ടാളോ, ആ വണ്ടി തിരിച്ചു പോയി. അതുള്ള അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് 100 തന്നെ പോകുന്നുണ്ട് നൈസായിട്ടേ. ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയാൽ അയ്യോ ഗൈസ്. പിന്നെ ഇപ്പോൾ വരുന്ന സ്പോർട്സ് കാറിനൊക്കെ പറയുമ്പോൾ ഓട്ടോ റിപ്പയർ ആയതുകൊണ്ട് നൈസായിട്ട് അവൻ്റെ കാലുമ്പോൾ കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുഴപ്പമില്ല. നമ്മുടെ പുറകിലുണ്ട് എല്ലാ സ്പോർട്സ് കാറിലും ഇനിയുണ്ട് ചിറക് പോലത്തെ സാധനം. അത് ഈ സ്റ്റോപ്പ് പെട്ടെന്ന് കിട്ടാനൊന്നും ബ്രേക്കൊക്കെ കണ്ട പൊന്തി വരും നമ്മൾ ഓടിക്കുമ്പോൾ. വണ്ടി നിൽക്കുമ്പോൾ തന്നെ താന്നു നോക്കുള്ളൂ. അയ്യോ എൻ്റെ അമ്മ, ജസ്റ്റ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ചത്തുന്ന് വെച്ചേ, ആ ഇടിയിൽ ചാവണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട് ഗൈസ്. ഈ ഏരിയ അതിൻ്റെ മേലിലൊരു ജമ്പുണ്ട്. ആ ജമ്പിൻ്റെ മേൽ കൂടി കാർ ചാടിച്ചാലോ ഗൈസ്. അല്ലോ അവൻ്റെ പെരട്ട ബൈക്ക് എന്താ എനിക്ക് ഇത്ര ചാടാ ഗൈസ്. അവൻ ഭയങ്കര ഷോറൊക്കെ വന്നേക്കണു ഗൈസ്. വാട അടിക്കാൻ വാട. എന്താ എനിക്ക് ഇടിക്കണം എനിക്ക് ഗൈസ്. നമ്മുടെ കാറുമൊന്നും ഒറ്റയിടിയിട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത്ര സ്പീഡിൽ വരാൻ പാടില്ല. നമുക്കെന്തായാലും അവന് വിടാട്ടോ ഗൈസ്. അവൻ എനിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അവിടെ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി. ഈ വഴി വേറെ അവിടെ വഴിയുണ്ടല്ലേ. ഞാൻ ഈ കോണിക്കൂടെ കയറാന്ന് വെച്ചേ.
ഓക്കെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ചെല്ലാട്ടോ. തിരിച്ചു വരുമ്പോൾ നാളെയാവും. ഈ വണ്ടി പപ്പടാവുന്നതാണ്. ഓട്ടോ റിപ്പയറുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ടി എങ്ങനെ തിരിച്ച് പോകണട്ടോ. ഇത് എത്ര ഫ്ലോർ ഉണ്ടാണാവോ. 2ാമത്തെ ഫ്ലോർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ 3ാമത്തെ ഫ്ലോറിലേക്ക് കയറാം. ഇങ്ങനെ ഓടിക്കാൻ പറ്റാൻ നോക്കട്ടെ. ഇത് ഈസിയാണ് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. തിരിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. അയ്യോ ഇത് ഭയങ്കര വേണ്ട ഇത് ബുദ്ധിമുട്ടാണ്. ഇതാ എത്രാമത്തെ ഫ്ലോറാണ്? 3 4 എത്രാമത്തെ ഫ്ലോറാണ്? 4ാമത്തെ ഫ്ലോർ എത്തിയിട്ടുണ്ട് ടൈസ്. ഓക്കെ ഒരു ഫ്ലോറും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതും കൂട്ടിയിട്ട് അല്ലല്ല ഇത് തന്നെയുള്ളൂ ടൈസ്. ഓക്കെ അപ്പോൾ എവിടെയാണ് ജമ്പ് നോക്കട്ടെ കേട്ടോ. എവിടെയോ ഉണ്ട് ടൈസ്. അതാ അവിടെയാണ് ടൈസ്. നമ്മളൊരു ആംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വഴി വന്ന് ചാടിയിട്ട് ആ ബിൽഡിങ്ങിന് മേലേക്ക് കയറും ടൈസ്. ഓക്കെ നമ്മൾ നേരെ റിവേഴ്സ് ബാക്കടിച്ച് പോവുക. പോസ്റ്റും ഇടിച്ചില്ല ഭാഗ്യം ഗൈസ്. ഓക്കെ ഒന്നുകൂടി പുറകിലേക്ക് വേണം ഗൈസ്. സ്പീഡ് കൂട്ടാൻ ഒന്നുകൂടി പുറകിലേക്ക് അല്ലേ. ഒരു പൊടി ഇഞ്ചി കുറച്ചുകൂടി മതി ഗൈസ്. ഓക്കെ നമ്മൾ ചാടാൻ പോകണ്ട ഗൈസ്. എന്താണാവോ ഗൈസ്. അതെന്ത് പരിപാടിയാണ് ഗൈസ്. സ്റ്റണ്ട് ജമ്പ് ഫെയിൽഡെന്ന്. എന്താ ഫെയിലായത്? നമ്മൾ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് പറത്തിയാണല്ലോ. ഇനിയും പറത്തണം ചിറക് വെച്ചിട്ട് ഗൈസ്. അത് ശരിയായില്ല കേട്ടോ ഗൈസ്. അതിലൊന്നും പറയണ്ടായിരുന്നു. ബൈക്കാരനൊക്കെ പറന്നു കേട്ടോ നമ്മൾ ഇടിച്ചപ്പോൾ. നമ്മൾ കത്തിച്ചോട്ടെ. 254 ഫുൾ സ്പീഡിലാണ് ഗൈസ്. അടിച്ച് പൊളിച്ചു. പെട്ടു ഗൈസ്. റേഡിയോയിൽ വാർത്ത വന്നിട്ട് ഗൈസ്. ഇവരൊക്കെ നമ്മളെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഇനിയൊക്കെ പേടിച്ച് ഓടണ്ടാ ഗൈസ്. പോലീസ് വന്നിട്ട് പക്ക സീനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. പോലീസ് വന്നാൽ നമ്മൾ അന്വേഷിക്കൂട്ടെ ഗൈസ്. എൻ്റെ അമ്മ പെട്ടു ഗൈസ്. ഇവരൊക്കെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അവരൊക്കെ നമ്മളെ പൂട്ടാമെന്ന് കൊണ്ടിരിക്കണു. അയ്യോ പോലീസ് വന്നിട്ട് ഗൈസ്. എൻ്റെ അമ്മ പോലീസ് നീ ക്രൗഡ്. അയ്യോ പോലീസാണ്. സോറി എണ്ണ. പെട്ടു കേട്ടോ ഗൈസ്. നമ്മൾ പോലീസുകാരെങ്ങോട്ട് പോയിട്ടുണ്ട് മണ്ടന്മാർ ഗൈസ്. നമ്മൾ സത്യം പെട്ടിരിക്കട്ടെ. നമ്മുടെ കാറ് എവിടെ കണ്ടാലും ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ ഈ കാറിന് ഇത്ര പവർ ഉണ്ടായിരുന്നു ഗൈസ്. സ്പീഡ് മാത്രമല്ല കേട്ടോ, പവറും ഉണ്ട്. എൻ്റെ ലുക്കും കളറൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. പക്ഷേ ഇഷ്ടം പറഞ്ഞ് നിൽക്കാനുള്ള സമയമല്ല അത്. എൻ്റെ അമ്മ പോലീസ് പുറകെ ഉണ്ട് കേട്ടോ ഗൈസ്. വളഞ്ഞിരിക്കുക ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന്. അമ്മമാർ മണ്ടന്മാരുണ്ട് കുഴപ്പമില്ല. താങ്ക് യു. ഇതിപ്പോൾ കാര്യം എളുപ്പമായില്ലോ ഗൈസ്. എൻ്റെ അമ്മ ഗൈസ്. പുറകിൽ 2 പോലീസ് 3 എണ്ണം പെട്ടു നമ്മൾ ഗൈസ്. എൻ്റെ അമ്മ നീ കണ്ണാമണിച്ച് ഇവിടെ ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ ഗൈസ്. നമ്മൾ അങ്ങോട്ട് ഓടാൻ വെച്ചിട്ട് നമുക്ക് അറ്റത്താണ് മലേൻ്റെ അവിടേക്ക് പോട്ടെ ഗൈസ്. അവിടെ അടുത്ത് വല്ല മല ഉണ്ടെങ്കിൽ ആ വഴി കയറിപ്പോയിരുന്നു. എൻ്റെ അമ്മ പുറകിൽ ഉമ്മമാർക്ക് ഒറ്റ അടി വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ പിന്നെ തോക്കുണ്ട്, പക്ഷെ ഉണ്ട കുറവാണ് ഗൈസ്. 3 എണ്ണം കൂടി നമ്മളെ വളയാൻ വന്നേക്കുക. വാടാ ഓർഡറാ പോലീസ്. എൻ്റെ അമ്മ ട്രക്കാരൻ ചതിച്ചൂലോ ഗൈസ്. ബസ്സിനൊന്നും പറ്റിയില്ല കേട്ടോ. ബസ്സിൻ്റെ ചില്ലിന് പോലീസുകാരൊക്കെ അവനെ മറച്ചിട്ട് നമ്മൾ ഇല്ല പോലീസുകാരാണ് ഇത്ര. ഓർഡറാ പോലീസ്. വാടാ പോലീസ്. എൻ്റെ അമ്മ പോലീസിനാണ് നമ്മുടെ കാരണമാണ് സ്പീഡ് നോക്കട്ടെ ഗൈസ്. പോലീസുകാർ പുറകെ ഉണ്ട് കേട്ടോ ഗൈസ്. പോയവർ ഗൈസ്. അവരെ കാരണം സ്പീഡ് കുറവാണ് കേട്ടോ എന്ന് പറയാൻ വരട്ടെ. പക്ഷെ അവരെ കാറ് സൂപ്പറിൻ്റെ അത്ര പിടിച്ചു കേട്ടോ. ഫസ്റ്റ് ഗിയർ സ്പോർട്സ് മോഡൊന്നും അവർ പിടിക്കില്ല ഗൈസ്. എല്ലാവരും ബൈക്കാരൻ തൊട്ടപ്പോൾ പറന്നു ഗൈസ്. എന്തുട്ടത് ഇരുമ്പ്. അത് ഇരുമ്പാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇത്ര പവർന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മക്ക് എൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. പോലീസ് വളഞ്ഞിരിക്കാണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും പറ്റാത്ത അവസ്ഥയാണ്. പോലീസുകാരെ ഉള്ളുണ്ടോ വെച്ച് മൂന്ന് തീർക്കട്ടെ. വാടാ ഒക്കെ എന്നെ തന്നെ അടിക്കണവിടെ. ഒരുത്തൻ ചത്തുണ്ട് കേട്ടോ. ഡ്രൈവർ ചത്തുന്.
ഡ്രൈവർ ചത്ത കുഴപ്പമില്ല കേട്ടോ ഗൈസ്. എന്താ ഡ്രൈവർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആ വെടി വയ്ക്കണ ആളെ കൊന്നാൽ മതി, പിന്നെ വെടി കിട്ടില്ല ഗൈസ്. ഡ്രൈവർ ഉണ്ടെങ്കിൽ വെടി വയ്ക്കണ ആൾക്കും ഗുണം ഉണ്ടാവില്ല. പെട്ടു ഗൈസ്, വളഞ്ഞു വരും. ഭാഗ്യം പെട്ടു വെച്ചു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടു. വണ്ടി പറഞ്ഞു. ചിരി ഗൈസ്, ആകപ്പാട് പെട്ട അവസ്ഥയാണ് കേട്ടോ. തിരിയടാ. പോലീസ്, എൻ്റെ അമ്മ ഗൈസ്, പോലീസുകാർ മുഴുവൻ വളഞ്ഞു കേട്ടോ. പെട്ടു ഗൈസ്, ഫുള്ള് പെട്ട അവസ്ഥയാണ് കേട്ടോ. നീക്ക പോടാ. ഭാഗ്യം ഗൈസ്, എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നുണ്ട് കേട്ടോ. അവന്മാർക്കൊന്നും നമ്മുടെ അത്ര പോറില്ല ഗൈസ്. എൻ്റെ മോള് പറക്കാൻ പോകുന്നു. പറക്കണ്ടായിരുന്നു ഗൈസ്. ആറേ പോലീസുകാരായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. യുവർ ആഡ് ഹിയർ വെസ്റ്റ് ഉണ്ട് ഗൈസ്. ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടിയിൽ മൂന്ന് ഇടിച്ചുകൊണ്ട് നിൽക്കുക. ഈ വഴി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു ഗൈസ്. എൻ്റെ മോടെ ഏതെങ്കിലും ബിൽഡിങ് ഉണ്ടെങ്കിൽ ഒളിച്ച് നിൽക്കുന്നു. ഇവിടെ ഏതെങ്കിലും ബിൽഡിങ് ഉണ്ടോ? ഈ സൈഡിലെന്തോ വഴിയുണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. പോലീസ് നമ്മളെ കാണാണ്ടിരിക്കുന്നു ഒന്ന്. ഇവിടെ ആണെങ്കിൽ ആരുമായിട്ട് അറിയില്ല. എൻ്റെ പേരട്ട സാധനം എടുത്തുകൊണ്ട് പോവാം ഗൈസ്. പോലീസുകാർ നമ്മളെ കണ്ടു ഗൈസ്. എല്ലാവരും നമ്മളെ അടുത്തേക്ക് വരണേ. ഇവിടെ ഉണ്ടാരെങ്കിലും അവന്മാരവിടെ ഇറങ്ങിയിട്ട് തോക്കും പിടിച്ച് നമ്മുടെ ഒപ്പം നടന്നു വരുന്നു ഗൈസ്. ഒരുത്ത് നടന്നു വരണുണ്ടോ ഗൈസ്. അവന്മാർ നമ്മൾ വെടി വയ്ക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇറങ്ങി അപ്പം നമ്മളവിടെ വീഴും. നീങ്ങി പോടാ കാറുകാരാ. വാടാ എന്താ നിങ്ങളൊക്കെ പോവാന്ന് വെച്ചാൽ അല്ല ഗൈസ്. പിന്നില്ല നമ്മുടെ അടുത്ത കളി. നമ്മൾക്ക് നമ്മുടെ വീട് പുറകിലാണ് കേട്ടോ. കൺട്രോളും കിട്ടണില്ല. നിങ്ങൾക്കറിയാലോ ഗൈസ്, എനിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ തീരെ പിടുത്തില്ല. സോറി ചേച്ചി. നമുക്ക് ഈ വഴി ഏതോ മലയൊക്കെയുള്ള റൂട്ടാണെന്നു. സൈഡിൽ എന്തോ കാണാണ്ട് കേട്ടോ. നമുക്ക് ഈ വഴി പിടിക്കാം. വണ്ടി തിരി ഇടിക്കല്ലേ. ബെസ്റ്റ് ഉണ്ട് ഗൈസ്. ആ വീട്ടുകാരൻ്റെ മുന്നിലേക്ക് കേട്ടോ ചാടി. ഒന്നുമില്ല കേട്ടോ, പത്രം തരാമെന്നത്. ഈ വഴി പോയാൽ നമ്മുടെ വീട് എത്തുന്നു കേട്ടോ ഗൈസ്. ഈ വഴി പോയപ്പോൾ എൻ്റെ അമ്മ പോലീസുകാർ നമ്മുടെ വീടിൻ്റെ ആ സൈഡിൻ്റെ അവിടെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പെട്ട അവസ്ഥയാണ് കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ പെടും. നമ്മുടെ വീട്ടിൻ്റെ അവിടെ പോലീസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും മലേൻ്റെ മേലിൽ കയറാം. അതാകുമ്പോൾ അവർ അങ്ങോട്ട് വരില്ല. ഇവിടെ ഏത് മലയപ്പോൾ ഉള്ള ഗൈസ്. ഡാമുണ്ട് സൈഡിൽ. അവിടെ എന്തോ മല പോലെ കാണാണ്ട് കേട്ടോ. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം കേട്ടോ. ഈ കാർ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഓണർ ആരാന്ന് പോലും എനിക്കറിഞ്ഞൂടെ. ഏതെങ്കിലും റിച്ച് പേഴ്സൺ ആയിരിക്കും കേട്ടോ. അവരുടെ പേഴ്സണൽ പോലീസുകാരാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് അവർ ഇത്ര ആർപ്പാത്തത കാട്ടില്ല നമ്മുടെ നാട്ടിലെ പോലീസുകാർ. മണ്ടന്മാർ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. കത്തിച്ചിട്ട് വന്നാൽ പൊട്ടി തീർച്ച വണ്ടി. അവിടെ ഫുള്ള് പോലീസുകാർ. എന്താ ഒരുത്തനെ വീഴ്ത്തിന് കിട്ടുക. ഒരുത്തനും കൂടി ഉണ്ട്. അവനെ റിവേഴ്സ് അടിച്ച് പൊട്ടിക്കാൻ മീസ്. എന്താ എല്ലാവനും മീസ്. സൈഡിലെണ്ണം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ദി പുഷ്. പുറകെ ഫുള്ള് പോലീസുകാരിട്ട് ഗൈസ്. അവിടെ എന്തോ മല പോലെ കാണാണ്ട്. പക്ഷെ ഈ വഴി പോയ പണി കിട്ടും എന്തായാലും. വണ്ടിയാട്ടെ ബാലൻസും കിട്ടണില്ലല്ലോ ഗൈസ്. എൻ്റെ അമ്മ നമ്മുടെ വണ്ടി പമ്പരം നോക്കാല്ലേ പൊറോട്ട അടിക്കണ പോലെയാണ് ടേസ്റ്റ് വീണേ. എന്താ നീങ്ങിയൊക്കെ ചേട്ടൻ മനുഷ്യന്ന് സമാധാനമായിട്ട് പോട്ടെ. ഈ വഴി നേരെ പോയതോ മല കാണാണ്ട് കേട്ടോ. മലേൻ്റെ അടുത്ത് എന്തെങ്കിലും കൊണ്ടു കാണാണ്ടിരിക്കില്ല. പോലീസുകാർ മൊത്തം വളഞ്ഞോട്ടെ ഗൈസ്. നമ്മൾ പെട്ടിരിക്കുക അവിടെ. ഈ മല കയറാട്ടെ ഗൈസ്. ഇത് നല്ല റൂട്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. എൻ്റെ അമ്മ കയറ്. പുഷ്. ഏത് റോഡ്? ഇവിടെ റോഡും ഉണ്ടായിരുന്ന മേല് ഹെലികോപ്റ്റർ നോക്കുക ഗൈസ്. ഇത്ര ഞാൻ ഹെലികോപ്റ്ററിന് ഇത് നോക്കിയില്ല ഗൈസ്. ഹെലികോപ്റ്റർ നമ്മുടെ പുറകിലുണ്ട്. അപ്പം മലേൻ്റെ മേലേക്ക് പോയി പണി കിട്ടും. ഇപ്പോൾ ഏത് വഴി പോയാലും പണി കിട്ടും. നമുക്ക് ഏതെങ്കിലും മലേൻ്റെ മേലിൽ പോവാട്ടെ. പുറത്തുനിന്ന് പോലീസിൻ്റെ വെടി കിട്ടണാട്ടുമ്പോൾ അതെ ഹെലികോപ്റ്ററിന് വെടി കിട്ടുന്നു. ഇതാകുമ്പോൾ മേലില്ല. അവർക്ക് കറക്റ്റായിട്ട് വെടിക്കുക. എൻ്റെ അപ്പോൾ പോലീസ് സ്റ്റേഷനായിരുന്നു ഗൈസ്. നമ്മൾ വിളിക്കാന്ന് പറഞ്ഞാൽ ചെല്ലുക പോലീസ് സ്റ്റേഷനിൽ. ബെസ്റ്റ് ഉണ്ട്. നോ എൻട്രിയാ.
അയ്യോ വരട്ട സാധനങ്ങൾ. ഗൈസ് നമുക്ക് മലേൻ്റെ അവിടെ പോകട്ടെ. അറ്റത്ത് ഏതോ മലയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കത്തിച്ച് വിടാം ഗൈസ്. വേറെ വഴിയില്ലാട്ടെ. ഈ വഴി സൈഡിൽ ഏതോ റോഡുണ്ട്. മെയിൻ റോഡാന്ന് തോന്നുന്നു. അതെ ഗൈസ്, മെയിൻ റോഡാ. എൻ്റെ അപ്പുറത്തിപ്പോൾ ഇങ്ങനെ കിടക്കാൻ ചാടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഗൈസ്. ചാടിക്കോ. ഓഫ്, വണ്ടി കുടുങ്ങി തോന്നുന്നു ഗൈസ്. ഇല്ല, കുഴപ്പമില്ല. വണ്ടി ഇട്. കയറ്. ചെല്ല്. എൻ്റെ അമ്മ ഗൈസ്, നമ്മളവിടുന്ന് വണ്ടി എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഈ മലേൻ്റെ മേലേക്ക് കയറണം കേട്ടോ. എൻ്റെ അമ്മ താഴെ പോലെ പെട്ടു. എൻ്റെ അമ്മ ഇപ്പോൾ താഴെ പോട്ടോ ഗൈസ് ഇത്. ഓ, മേലിൽ കയറും. ഭാഗ്യം ഗൈസ്, പെട്ടില്ല, ഭാഗ്യം. എൻ്റെ മേലിൽ കയറ്. നല്ല പുഷുണ്ട് കേട്ടോ ഗൈസ് വണ്ടിക്ക്. പോലീസുകാർ മുന്നിക്കൊണ്ട് കാണും ഗൈസ്. അവരിപ്പോൾ വെടിയാവും കണ്ടോ. ഭാഗ്യം, അവർക്ക് ഇത്ര നേരമായിട്ട് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഹെലികോപ്റ്ററൊന്നും പറ്റില്ല. കണ്ടോ പോലീസ് അവിടെ തെരച്ചിൽ 1 2 3 4 5 പേര് പോലീസുകാർ മുന്നിക്കൊണ്ട് കണ്ടേസ്. ഇപ്പോൾ പോകുന്ന തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ ഏതോ നാടാണ് ടേസ്. ഇത് സിറ്റിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഇടുവഴി. അയ്യോ, പടല്ലേ. ഭാഗ്യം ഗൈസ്, നമ്മളിവിടെ പെട്ട്. ഗൈസ് ഭാഗ്യം, പോലീസുകാർ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതെന്നെ ഒരു സമാധാനം ഗൈസ്. പോലീസുകാർ പോയപ്പോഴേ നല്ല സമാധാനം. നമുക്ക് ഈ വഴി നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല തോന്നുന്നു. ഇതാ ഡാമാണ് കേട്ടോ. ഈ ഡാമിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമ്മളെ വീട്. ഇപ്പോൾ ഭയങ്കര അടുത്താണ് കേട്ടോ. നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് ഈ വഴി ചെല്ലേണ്ടതാണ് നല്ല കേട്ടോ. അവിടെ ആകുമ്പോൾ ആൾക്കാരും കാണില്ല കേട്ടോ. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഏത് വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ റൂട്ടാണ്. അയ്യോ ഭാഗ്യ, തൊട്ട് ഇപ്പുറത്തേക്ക് വേണം നമ്മൾ തലയും കുത്തി വീണു. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് അടുത്തന്നെ ഉണ്ടോ മാപ്പ് ഇടാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടുപോകും. അവിടെ ഞാൻ ചെല്ലാം. ഈ വഴി സൈഡിൽ പുഴയാണ് കേട്ടോ. ഡാമൊന്നു ഇതാ നോക്കട്ടെ. അതെ വൈസ്, ഡാമാ. ഇങ്ങോട്ട് പോയാൽ പണി കിട്ടും. അപ്പം നമ്മുടെ വീട്ടിലേക്ക് നേരെ വിടാം കേട്ടോ. ഓക്കെ, നമ്മളെ വീട് എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമായി. നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരില്ല കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ നമ്മുടെ ആൾക്കാരാണ്. അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. ഷെഡറൊക്കെ നിന്ന് ഉറക്കണ സ്ഥലമൊന്നുമില്ല. ചെരിച്ച് വെക്കേണ്ടി വരും ഗൈസ്. നമ്മുടെ ബുക്കാട്ട് എന്തായാലും ഇവിടെ കിടക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തോടെ കാണാം. ടാറ്റ, ബൈ.